വളരെ കഠിനമാണെങ്കിൽ നോക്കാം. പിന്നെ തഥാ, പിന്നെ, അനന്തരം. അനന്തരം എന്ന് പറയുമ്പോൾ മറ്റേ സംഭവം ഓർക്കുക. വസുദേവര് കുട്ടിയെയും കൊണ്ട് ദേവിയുടെ അടുത്ത് വന്നിട്ട് അവിടെ എങ്ങനെ കിടത്തി, ആ പെൺകുട്ടി അവിടെ കിടത്തിയിരിക്കുകയാണ്. അപ്പോഴും ചലനങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പെൺകുട്ടി ഒരു പണി പറ്റിച്ചു. എന്ത് പണിയെ പറ്റിച്ചു നോക്കാം. തതസ്ത്വനുചാരവക്ഷപ്പിതി നിദ്രവേഗദ്രവാൽ. അവിടെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന നിശബ്ദമായിരിക്കുന്ന ആ സ്ഥലത്ത് ഈ പെൺകുട്ടി വന്നിട്ട് ഉച്ചത്തിൽ വാവിട്ട് കരയാൻ തുടങ്ങി. വല്ല ആവശ്യമുണ്ടോ ആ പെണ്ണിന് കരയാനായിട്ട്? ഇതുവരെ കരഞ്ഞില്ല. എല്ലാവരും ജനിക്കുമ്പോൾ കുട്ടികളെല്ലാവരും കരയും. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, പറയൂ, ഇതെന്താണ്? ആ കുട്ടിയെ ആദ്യം പ്രസവിച്ചപ്പോൾ കരഞ്ഞില്ലേ? കഥയിൽ ചോദ്യമില്ലെന്ന് മാത്രമല്ല, എന്തുകൊണ്ട് കരഞ്ഞില്ല എന്നുള്ള കാര്യം ഭഗവാന്റെ സാന്നിധ്യമാണ്, സഹായമാണ്. ഭഗവാനും വസുദേവരുമായിട്ടുള്ള സംഭാഷണം നമ്മൾ ഈ 2 അധ്യായത്തിന് മുൻപ് കണ്ടതുമാണ്. ആ സംഭാഷണ പ്രകാരം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് ഈ പ്രവൃത്തി കുട്ടിയെ വച്ചു മാറുന്നതിൽ നിനക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ്. അതുകൊണ്ടാണ് ആ കവാടങ്ങൾ തുറന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഉറങ്ങിയതും. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ കുട്ടി ഭയങ്കരമായൊരു കരച്ചിലാണ്. എന്താ നോക്കുന്നൂടി. പിന്നെ തദനു, അവിടെ ഇരിക്കുന്ന ആ അനുജത്തിയാണ് ശരിക്കും അനുജത്തിയുടെ ആ വക്ഷപ്രീതി ദ്രവേഗദ്രവൽ എന്നാണ്. അവിടെ ഭയങ്കരമായിട്ടുള്ള ചില ഉറക്കെ വളരെ ദിഗന്ധങ്ങൾ മുറങ്ങുമാർ ആ കുട്ടി ഇങ്ങനെ കരയാൻ തുടങ്ങി. കുറച്ച് കുട്ടിയാണെങ്കിലും കരയും. ചില കൊച്ചുകുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനേ ഒക്കില്ല. അത്ര വാശിയിലിങ്ങനെ കരയും. അതിൽ നിന്ന് മനസ്സിലാകാം ഇവളുടെ പോക്കെങ്ങോടാണ്, ഇവൻ്റെ പോക്കെങ്ങോടാണെന്നുള്ളത്. കുട്ടി ഞങ്ങൾ കരഞ്ഞപ്പോഴോ ഫടോൽക്കര നിവേദിത പ്രസവ വാർത്തിമാൻ. ഭടന്മാരെല്ലാം ചാടി എഴുന്നേറ്റു. സംഭവിച്ചു, അത് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ കംസന്റെ പടയാളികളെല്ലാം ഉണർന്നു എന്ന് മാത്രമല്ല, അവരെന്ത് ചെയ്തിരിക്കുന്നു? ഫടോൽക്കര നിവേദിത പ്രസവ വാർത്തിമാൻ. രുദ്രവേഗത്തില്, ആപ്തിവേഗത്തിൽ എല്ലാവരും കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്ന്, മഹാരാജാവേ, അത് സംഭവിച്ചു. അത്രയും പറഞ്ഞാൽ മതി. കാരണം അവരെയൊക്കെ ചട്ടം കെട്ടിയിട്ടുണ്ട്. ഈ പെണ്ണ് പ്രസവിക്കുകയാണെങ്കിൽ എന്നെ അറിയിക്കണം എന്നെല്ലാവരോടും കർക്കശമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവും. കംസനോട് പറഞ്ഞു, ദേ ആ കുട്ടി ജനിച്ചിരിക്കുന്നു. നോക്ക. തതസ്തു തഞ്ചാരവക്ഷവി നിദ്രവേ ദ്രവൽ ഫടോൽക്കര. ഫടോൽക്കരന്മാരെന്ന് വെച്ചാൽ ഭടന്മാര് എന്നർത്ഥം. ഫടോൽക്കര നിവേദനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താ ഒരു കാര്യം നമ്മൾ പറയാമെന്നാണ്. പക്ഷേ ഇവിടെ നിവേദനം എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ശക്തിയുണ്ട്. വെറും ഒരു പറയാനല്ലാതെ ഓടി വന്നിട്ടാണ്. അവർ ഓടി നിന്നില്ല, എല്ലാവരും കൂടി കൂട്ടമായിട്ട് ഓടി കംസനോട് പറഞ്ഞു, ദേ അത് സംഭവിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പ്രസവ വാർത്തിമാൻ. പ്രസവ വാർത്ത, ദേ ദേവകി പ്രസവിച്ചിരിക്കുന്നു. പ്രസവിച്ചിരിക്കുക പറഞ്ഞാൽ പ്രസവിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച്, കംസനെ സംബന്ധിച്ച് കംസന്റെ മാനസികാവസ്ഥ ഓർക്കണം. സഹോദരിയോട് വളരെ സ്നേഹമുള്ള ആൾ തന്നെയാണ് കംസൻ, അല്ലേ? അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വസുദേവരോടും ദേവകിയോടും കംസന് ക്ഷേണം വളരെ നല്ല ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ കല്യാണം കഴിഞ്ഞിട്ട് താൻ തന്നെ സാധാരണ തേരാളികളെ വിളിച്ചിട്ടാണ് പോവുക. ഇത് തൻ്റെ പെങ്ങളെയും അളിയനെയും കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം തന്നെ തേരെടുത്ത് ആ തേരിലിങ്ങനെ കൊട്ടാരത്തിലേക്ക് അവരുടെ ഹണിമൂൺ രാത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണല്ലോ കുരുത്തം കേട്ട ആകാശവാണി വന്നത്. എന്താണ് ആകാശവാണി വന്നത്? ഇവൾ പ്രസവിക്കുന്ന 8ാമത്തെ പുത്രൻ നിന്നെ കൊന്നൊടുക്കും എന്നുള്ള അശരീരി കേട്ടു. ആ അശരീരി കേട്ടപ്പോൾ തന്നെ ദേഷ്യത്തിൽ ദേവകിയെ വെട്ടാനായിട്ട് വാളോങ്ങി. പക്ഷേ വസുദേവർ പറഞ്ഞു, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അതുകൊണ്ട് അങ്ങനെ ഭയം അങ്ങേക്കുണ്ടെങ്കിൽ ഈ ഇവള് പ്രസവിക്കുന്ന എല്ലാ കുട്ടികളെയും അങ്ങേക്ക് തരാം. അങ്ങ് കൊല്ലുവോ, സൂപ്പ് വയ്ക്കുവോ, അല്ലെങ്കിൽ ഫ്രൈ ഉണ്ടാക്കുമോ, എന്ത് വേണം ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക്. അങ്ങനെ അടങ്ങി. അങ്ങനെ 1, 2, 3, 4, 5, 6, 7. അപ്പോൾ അതിനിടയ്ക്ക് ആര് വരും ഇവിടെ? അപ്പം അങ്ങനെ തീരുമാനിച്ചപ്പോൾ കൊല്ലേണ്ടതില്ല, 8ാമത്തവരെ കാക്കാലോ എന്ന് തീരുമാനം ഉള്ളിലെടുത്തിരുന്നു അയാൾ.
ഞാൻ കഥയൊന്നും ഞാൻ പറഞ്ഞത് ഈ കാവ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറി ഒരുപാട് പറയാൻ പറ്റും. ഒരു വലിയ മുറി പോലെയാണ്. അപ്പോൾ അതിനകത്ത് കയറുമ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ചിന്തകൾ നിങ്ങൾക്ക് വരുള്ളൂ. എൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് ചാണവർത്തം കൊണ്ട് ഉച്ചയ്ക്ക് ഉണ്ടാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊന്നും നിങ്ങളുടെ മനസ്സ് വരും, എൻ്റെ മനസ്സ് വരുന്നത്. അപ്പോൾ അങ്ങനെ എന്താണ് തീരുമാനിച്ചു കൊല്ലേണ്ടതില്ല, 8ാമത്തെ പുത്രനാണല്ലോ കൊല്ലുന്നത്. അതുകൊണ്ട് നമുക്ക് 8 വരെ നമുക്ക് ഈസി ആയിട്ട് കളയാം, 7 വരെ നമുക്ക് ക്ഷമിക്കാമെന്നാണ്. അപ്പോഴാണ് ദേ വരുന്നു. ആരാ വരുന്നത്? ത്രിലോക സഞ്ചാരിയായ കലഹപ്രിയനായ നാരദ മഹർഷി വരുന്നത്. നാരദ മഹർഷി പറഞ്ഞു, എടോ മരമണ്ഡനായ സേനാനായക, താൻ എന്തായി കാണിക്കണത്? അവർ ദേവന്മാരും നിങ്ങൾ അസുരന്മാരും അല്ലേ? ദേവന്മാർക്കും അസുരന്മാർക്കും ആണോ പെണ്ണോ അല്ലെങ്കിൽ 7, 8, 6 എന്നൊക്കെ വല്ല കയ്യും കണക്കുണ്ടോ? 8ാമത്തെ പുത്രനാണ് ഈ മരിക്കുമെങ്കിൽ തന്നെയും ആദ്യത്തെ പുത്രൻ മുതലേ നീ ഇത് സൂക്ഷിച്ചോളണം. കാരണം അവരെ 8ാമത്തെ പുത്രൻ വരുന്നതിന് മുമ്പ് തന്നെ നിന്നെ തട്ടിക്കളയും. വല്ല കാര്യമുണ്ടോ നാരദർക്കെന്ന് പറയാൻ? അല്ലെങ്കിൽ ആ 7 കുട്ടികൾ ജീവിച്ചേനെ. 7 6 കുട്ടികൾ, ഒരാളെ മാറ്റിയില്ല. ആ 6 കുട്ടികൾ ജീവിച്ചിരിക്കുമായിരുന്നു. അപ്പം അങ്ങനൊരു വിഷമം വേറൊന്ന്. അപ്പോൾ പെങ്ങളോട് സ്നേഹമുണ്ട് എങ്കിൽ തന്നെയും നാരദനെ പറ്റിച്ച പണി കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും ക്രൂരതകൾ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ശരിക്കൊരു ഒരു മാനസിക വിശകലനത്തിന് മുദ്രയാണെങ്കിൽ വസുദേവരുടെ അവസ്ഥ നമുക്കാണ്, കംസൻ്റെ അവസ്ഥ നമുക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പിടിച്ചേക്കാൻ പറ്റില്ല. കാരണം 6 കുട്ടികളെ കൊന്നു. പെങ്ങളാണെങ്കിൽ ജീവനിൽ ജീവനാണ്. ഇനിയും ഏത് കുട്ടിയാണ് കൊല്ലുക എന്നെ, അല്ലെങ്കിൽ എന്നാണ് പ്രസവിക്കുക? ഇനി 2 കുട്ടികളോട് വരാനുണ്ട്. 6 കൊന്നു പിന്നെ 2 കൂടി ഉണ്ട്. അതിൽ ഒരാളെ മാറ്റി ഗർഭം അലസിപ്പോയെന്ന് പറഞ്ഞിട്ട് 7ാമത്തെ കുട്ടിയെ കൊണ്ടുവന്ന് രോഹിണിക്ക്, അദ്ദേഹത്തിന് അതായത് ആദ്യ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്തു. അങ്ങനെ അവിടെ അത് മാറ്റി അങ്ങനെ അത് പ്രസവിക്കുന്നു. എന്നിട്ട് ഈ ഗർഭാലസി എന്ന് പറഞ്ഞു. അപ്പോൾ 8ാമത്തെ ഇതൊരെണ്ണം മാത്രമേ വരാനുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 8ാമത്തെ കുട്ടി പ്രസവിച്ചു എന്നുള്ള വാർത്ത ഭടന്മാർ ഓടി വന്ന് കംസനെ അറിയിക്കുന്നത്. എങ്ങനെയായിരിക്കും കംസൻ ആ പ്രസവ മുറിയിലേക്ക്, ആ കൽത്തുറുങ്കിലേക്ക് വരിക എന്നൊന്ന് ഭാവനം ചെയ്ത് നോക്കൂ. തന്നെ കൊല്ലാൻ നടക്കുന്ന ആളാണ് ഈ വരുന്നത്. സംഗതി ഇപ്പോൾ കുട്ടിയായിരിക്കും, എന്നാൽ ഭയങ്കരമായ മാനസിക സംഘർഷവും അദ്ദേഹത്തിനുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന അദ്ദേഹം ചാടി എഴുന്നേറ്റു. എന്നിട്ട് എങ്ങനെ അവർ നോക്കുക? പടോൽക്കര നിവേദിത പ്രസവ വാർത്തയെ വാർത്തിമാൻ. പ്രസവ വാർത്തയെ വാർത്തിച്ചു എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു എന്നുള്ള വാർത്ത കംസനെ അറിയിച്ചു ഭടന്മാർ വന്നിട്ട്. വിമുക്ത ചിഗരോത്സകര, അദ്ദേഹം എന്ത് ചെയ്തിരിക്കണോ? ഉറങ്ങാൻ കിടന്ന അദ്ദേഹം വിമുക്ത ചിഗുരത്തോടു കൂടി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിമുക്ത ചിഗുരം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും തലമുടി കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ? അത് സന്ദർഭങ്ങളും സൗകര്യങ്ങളും അനുസരിച്ചാണ്. രാത്രി കിടക്കാൻ പോകുമ്പോൾ നല്ല പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി തലയൊക്കെ ചീകി പോകുന്ന ആളായിരിക്കും. നേരം വിളിക്ക് എഴുന്നേറ്റ് വീഴുമ്പോൾ മുള്ളം പന്നിയിലൊട്ടി രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഒരു കാട്ടാളൻ്റെ കൂട്ടായിരിക്കും വരിക. ഇദ്ദേഹം അങ്ങനെ വന്നു. അത് പറയാൻ കാരണമുണ്ട് താനും. ഭഗവാന്റെ മുടിയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യൽ ഇവിടെ ചെയ്ത് നോക്കാം. ആ മാനസസഞ്ചാരം എന്നുള്ള പാട്ടെടുത്താൽ നമുക്കറിയാൻ സാധിക്കും. ആ പാട്ടിൽ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിമുക്ത ചിഗുരം എന്നുള്ളതൊക്കെ അതിൽ പറയുന്നുണ്ടല്ലോ, മതശിഖി പിഞ്ചമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭഗവാന്റെ മുടിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ആ കവി ഉദ്ദേശിച്ചത് എന്താണ്? മതശിഖ പിഞ്ചമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കെല്ലാവർക്കും തന്നെ മതമാത്സര്യങ്ങൾ ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്ഥലവിഭ്രാന്തി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭംഗിയാണ്. അതിന് കാരണം എന്താണ്? അതിൽ കപാലമുണ്ട്. അത് ഒന്ന് ചൊല്ലൂ രാധിക, ആ ശ്ലോകം ഒന്ന് ചൊല്ലൂ. മതശിഖി പിഞ്ച അലങ്കൃത ചിഗുരേ മഹനീയത പോലം. മഹനീയ കപോലമാണ്. കപോലം വിജിതേ, എന്താ മഹനീയമായ കപോലം വച്ചിരിക്കുന്നതാണ്. അതായത് മതശിഖിച്ചിരിക്കുന്ന ആ ചിഗുരത്തിൽ, ഭഗവാന്റെ ചിഗുരത്തിൽ വച്ചിരിക്കുന്ന മയിൽപ്പീലിയിലെ ആ കണ്ണ് ഭഗവാന്റെ ആ മുടിയെ അത്രയ്ക്ക് മനോഹരമാക്കിയത് കൊണ്ട്
അത് കണ്ടു നിൽക്കുന്നവർക്ക് ബോധാവസ്ഥ നഷ്ടപ്പെടുമെന്നാണ് കവിയോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കം പാട്ടറിയാം ആർക്കെങ്കിലും? ഞാനീ പാടിയ കവിതയിലെ തുടക്കം ഏതിൽ വരുന്നതാണ് ഈ ഭാഗം? എൻ്റെ കുട്ടികളെ ഞാനിത് നിങ്ങൾ എന്തോരം പറയാം, എത്ര പ്രാവശ്യം ഞാനിത് പാടിയിട്ടുണ്ട്. എക്സലന്റ്. മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ. മനസ്സുകൊണ്ട് ബ്രഹ്മത്തിലേക്ക് പോകണമെന്ന് പറയുന്ന സമയത്താണ് ഇതിൻ്റെ അടുത്ത എൻ്റെ അനുപല്ലവിയാണ്, ആദ്യത്തെ അനുപല്ലവിയാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം മതശിഖി പിഞ്ച അലങ്കൃത ചിഗുരേ എന്നാണ്. ഭഗവാന്റെ മുടി അങ്ങനെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എപ്പോൾ ഭഗവാനെ കണ്ടാലും ഭഗവാന്റെ മുടി, ഭാരതയുദ്ധം കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോഴും ഒരുപാട് കവികൾ ആ മുടിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മനോഹരമായ മുടിയാണ്. അത് അടക്കി ഒതുക്കി കെട്ടി അതിൻ്റെ കൂടെ മയിൽപ്പിൽ വെച്ചിട്ട് അവിടെ ആ കവി പറയുന്നത് മഹനീയത കപോലം. ആ കപോലം, അതായത് ആ മയിൽപ്പീലിയുടെ കണ്ണ് ഉള്ളത് കൊണ്ട് ആ ചൂടിയിരിക്കുന്ന മയിൽപ്പീലിയും ആ മുടിക്കെട്ടും അത്രത്തോളം സുന്ദരമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗോപികുമാരെപ്പോഴും ഇങ്ങനെ ആ മുടിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടൊക്കെ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയദേവകൃതികളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് കാണാൻ സാധിക്കും നമുക്ക് ഇങ്ങനെ. ഏതായാലും പക്ഷേ അതിന് നേരെ ഒരു ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മുടിയെ വർണ്ണിക്കുന്നത് ഇവിടെ. അല്ലെങ്കിൽ ആ മുടിയുടെ കാര്യം പറയേണ്ട കാര്യം ഇല്ലായിരുന്നു ഇവിടെ. നോക്കാം. വിമുക്ത എങ്ങനെയാന്നിട്ട് വിമുക്ത ചിഗുരോത്സ്കരസ്ത്വരി തമാപതൻ ഭോജരാജാവായിരിക്കുന്ന കംസൻ, ഭോജവംശത്തിൽ രാജാവായിരിക്കുന്ന കംസൻ വാർത്ത കേട്ടിട്ട് അവിടുന്ന് ചാടി എഴുന്നേറ്റ് വാളും പരിചയമൊക്കെ ആയിട്ട് ചാടി എഴുന്നേറ്റ് വന്നു. അദ്ദേഹത്തിൻ്റെ രൂപം ഒന്ന് കാണേണ്ടതായിരുന്നു. സൂര്യാസ്തമനം പോലെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിങ്ങനെ ജ്വലിക്കുകയാണ്. ശരീരം മുഴുവനും വേർക്കുന്നുണ്ട്. അദ്ദേഹം കരയുകയാണോ ചിരിക്കുകയാണോ എന്ന് കണ്ടറിയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഛായയെ മാറിയിരിക്കുന്നു. വികൃത രൂപത്തോടു കൂടി, ഒരു രാക്ഷസൻ്റെ രൂപവും കൂടിയല്ല, ഒരു മോൺസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതേപോലുള്ള രൂപത്തോടു കൂടിയിട്ടാണ് ഇയാൾ വന്നിരിക്കുന്ന വാളും പരിചയമായിട്ട് ഓട്ടിയെത്തി. നോക്കാം. വിമുക്ത ത്വരിതമാപതൻ. പിന്നെ ഒന്ന് മൂത്രമൊഴിക്കാനൊന്നും പോയില്ല. നേരെ ഈ വാർത്ത കേട്ട ഉടനെ എഴുന്നേറ്റ് ഇങ്ങനെ പോരുകയാണ് അങ്ങോട്ടേക്ക്. എന്നിട്ടോ എന്താ ദുഷ്ടയവദിഷ്ടവാൻ. അപ്പോൾ എന്ത് വെച്ചിരിക്കുന്നു? എന്നിട്ട് എങ്ങനെ ഇരിക്കണു? ഇങ്ങനെ അടദുഷ്ട എന്നാണ്, സന്തോഷമില്ലാതെ, അതായത് അസന്തുഷ്ടിയോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു? ദൃഷ്ടവാൻ, കണ്ടു. എന്താണ് കണ്ടത്? ഭഗിനികാകരേ കന്യകാം. തൻ്റെ സഹോദരിയിൽ, അതായത് ദേവകിയുടെ കയ്യിൽ ഒരു കുഞ്ഞിരിക്കുന്നു. ആ കുഞ്ഞെന്താണ്? കന്യകാം. അപ്പോഴത്തെയാണ് അദ്ദേഹം തകർന്നു പോയത്. പിള്ളേരെ ഇത് ആര് പോലെ